ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിൻ്റെ ടൂർണമെൻറ്റ് ഓഫ് പവറിന് ശേഷമുള്ള മാങ്ക എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മാങ്ക വായിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മാങ്ക വായിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താണ് വെച്ചേക്ക്. എന്നാലും മാത്രമേ ഞാനിടുന്ന ആനിമേ കണ്ടൻസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ ഡ്രാഗൺ ബോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയി കാണാവുന്നതേ ഉള്ളൂ. അടിപൊളി അനിമയാണ്, എല്ലാവരും പോയത് കാണുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ അവസാനം നമ്മുടെ ആൻഡ്രോയിഡ് 17 നമ്മുടെ സൂപ്പർ ഷെൻറാനോട് വിഷ് ചെയ്യുന്നത് എല്ലാ യൂണിവേഴ്സും തിരിച്ച് കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ അതോടുകൂടിയാണ് നമ്മുടെ സൂപ്പർ ഡ്രാഗൺ ബോൾ അവിടെ അവസാനിച്ചത്. എന്നാലും നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ആനിമയിലുള്ളതിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് 17 തന്നെ വിഷ് എന്താണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ഗോക്കുയും ഫ്രീസയും ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ആദ്യം പോകുന്നത് എർത്തിലേക്കാണ്. ആ പോക്കിലാണ് നമ്മുടെ ഫ്രീസേന നമ്മുടെ വീസ് റിവൈവ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ടൂർണമെൻറ്റ് ഓഫ് പവർ നടന്ന സ്ഥലത്ത് വെച്ച് അല്ല. അവർ പോകുന്നതിനിടയിൽ നമ്മുടെ ഫ്രീസ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഈവിലായിട്ടുള്ള രീതി മാറ്റാൻ പോകുന്നില്ലെന്നും അതുപോലെ പല കാര്യങ്ങളും പറയൂ. അപ്പം നമ്മുടെ ഗോക്ക് പറയൂ, ഇനി നീ തിരിച്ചു വരികയാണെങ്കിൽ നിന്നെ വീണ്ടും ഡിഫീറ്റ് ചെയ്താൽ പോരെ. പിന്നെ ആ സീന് കട്ടാകുകയോ അതിനുശേഷം നമ്മുടെ സീ ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ എർത്തിലെത്തുകയാണ് നമ്മുടെ ബോമയുടെ അടുത്ത്. അവിടെ നിന്ന് ഫ്രീസ വീസിൻ്റെ കൂടെ തൻ്റെ പ്ലാനറ്റിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വെജീറ്റേനെ നമ്മുടെ ബോമ ഒരുപാട് കുറ്റം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 17 ആ വലിയ ഷിപ്പ് നമ്മുടെ ബോമേനോട് കൊടുക്കാതെ വെജീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ വെജീറ്റേനെ ഇങ്ങനെ നമ്മുടെ ബോമ പറയാൻ കാരണം. പിന്നെ അവിടെ സീന് ഷിഫ്റ്റ് ആവുകയും നമ്മുടെ വെജീറ്റയും ഗോക്കുവും വെജീറ്റയുടെ ഗ്രാവിറ്റി റൂമിൽ വെച്ച് ട്രെയിനിങ് ചെയ്യുന്ന ഒരു സീനുമാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ വെജീറ്റ നമ്മുടെ ഗോക്കുവിനോട് അൾട്രാ ഇൻസ്റ്റൻറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഗോക്കു പറയൂ, ടൂർണമെൻറ്റ് ഓഫ് പവറിന് ശേഷം എനിക്ക് ആ ഫോം ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ അൾട്രാ ഇൻസ്റ്റൻറ്റ് ഒരു യൂസ്ലെസ് ഫോമാണെന്ന് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ബോമ അവരുടെ ട്രെയിനിങ് ഇൻട്രപ്റ്റ് ചെയ്യാണ്, പുറത്ത് നിന്ന് അവരോട് പുറത്ത് വരാൻ പറയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ അറിയുന്നത് നമ്മുടെ ബൂനെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന്. നമ്മുടെ മിസ്റ്റർ സൈറ്റൻ നമ്മുടെ ഗോക്കുവിൻ്റെയും വെജീറ്റേൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ബോമേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ഗോക്കു പെട്ടെന്ന് തന്നെ നമ്മുടെ സൈറ്റൻ്റെ അടുത്തേക്ക് പോകാൻ തൻ്റെ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വെജീറ്റിനോട് പറയും വാന്ന്. പക്ഷേ നമ്മുടെ വെജീറ്റ അത് റിഫ്യൂസ് ചെയ്യുക 5 സെക്കൻഡ് കൊണ്ട് അവിടെ എത്തിക്കോളാം എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഗോക്കു തൻ്റെ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് അവിടത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്യും. ആ ടൈമിൽ നമ്മുടെ സൈറ്റൻ ആയിക്കോട്ടെ നമ്മുടെ ബൂനെ കിഡ്നാപ്പ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരു തോക്ക് പിടിച്ച് നിന്നിട്ടുണ്ടാവും. ആ ടൈമിലായിരിക്കും നമ്മുടെ ഗോക്കു അവിടെ എത്തുന്നത്. ഗോക്കുവിനെ കണ്ടത് നമ്മുടെ സൈറ്റൻ്റെ ശ്വാസം നേരെ വീണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം തന്നെ നമ്മുടെ വെജീറ്റയും അവിടെ എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോക്കുവും വെജീറ്റയും അവിടെ എത്തിയത് കണ്ട് നമ്മുടെ ബൂനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്ന ഈ ഒരു പുതിയ ക്യാരക്ടർ ഞെട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്ക് പക്ഷേങ്കിൽ നമ്മുടെ ഗോക്കുവിൻ്റെയും വെജീറ്റൻ്റെ പേരറിയായിരുന്നു. പിന്നെ നമ്മുടെ സൈറ്റൻ നമ്മുടെ ഗോക്കുവിനോട് റിക്വസ്റ്റ് ചെയ്യും നമ്മുടെ ബൂനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ വന്ന 2 പേരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അവർ 2 പേരെയും നമ്മുടെ ഗോക്കു വളരെ ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യുകയും അപ്പോൾ നമ്മുടെ ആ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ക്യാരക്ടർ എനിക്ക് നീ വേറെ വഴിയൊന്നും തരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോക്കുവിന് നേരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകും. ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഒരു ഗൺ എടുക്കുകയും ഗോക്കുവിനൊന്ന് റിയാക്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല, ഗോക്കുവിൻ്റെ പിന്നിലേക്ക് എത്തുകയും നമ്മുടെ ഗോക്കുവിനെ പിന്നിൽ നിന്ന് വെടിവെക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആ ഒരൊറ്റ ഷോട്ട് കൊണ്ടത് നമ്മുടെ ഗോക്കു ഗ്രൗണ്ടിലേക്ക് വീഴുന്നത് കണ്ട് നമ്മുടെ സൈറ്റനും നമ്മുടെ വെജീറ്റയും ഞെട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അവർ ഞെട്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ക്യാരക്ടർ നമ്മുടെ വെജീറ്റയുടെ പിന്നിലും വന്ന് വെജീറ്റനെയും ഷോട്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ ക്യാരക്ടർ നമ്മുടെ വെജീറ്റയുടെ പിന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഐ ആം സോറി യു ആർ ടേക്കിംഗ് എ ഷോർട്ട് നാപ്പ് ടു എന്ന്. അപ്പോൾ ഈ ഗണ്ണ് വെച്ച് നമ്മുടെ വെജീറ്റനെയും ഗോക്കുവിനെ ഈ ക്യാരക്ടർ ഒന്ന് ഉറക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ആ ക്യാരക്ടർ തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് കാണാൻ നമ്മുടെ ഗോക്കുവിനെയും വെജീറ്റനെയും കൂടി എടുത്ത് ഷിപ്പിലിടാൻ. എന്നിട്ട് അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തോളാം എന്നും നമ്മുടെ ഈ ക്യാരക്ടർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോക്കുവിന് ചെറുങ്ങനെ ബോധം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരെ കാണിക്കുന്നത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അവിടെയാണെങ്കിലും നമ്മുടെ എലൈറ്റ് പെട്രോൾ ഓഫീസർ അവിടെ ഉണ്ട്. ഗോക്കു എഴുന്നേറ്റതും ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ആ ചങ്ങായിനെയാണ്. ഗോക്കു എഴുന്നേറ്റതിന് ശേഷം എന്താണ് നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ക്യാരക്ടർ പറയൂ, ഒരു കുട്ടീനെ പോലെ ഉറങ്ങുകയായിരുന്നു. നമ്മുടെ ഗോക്കു എഴുന്നേറ്റപ്പോൾ തന്നെ ചോദിക്കൂ, ഓ ജാക്കോ നീ ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജാക്കോ പറയും, നിങ്ങളെ 2 പേരെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, നമ്മുടെ മാജിൻ ബൂ മാത്രം മതിയായിരുന്നു എന്ന്. അത് കേട്ടത് നമ്മുടെ ഗോക്കു ചോദിക്കും, നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ നമ്മുടെ ഗോക്കുവും വെജിറ്റയും ഉള്ളത് നമ്മുടെ സൂപ്പർ എലൈറ്റ് ഓർഗനൈസേഷൻ ദ ഗലക്റ്റിക് പെട്രോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് എന്ന് ഇവിടെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ വെജിറ്റ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, എന്നിട്ട് ഗലക്റ്റിക് പെട്രോൾ യൂസ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ഗോക്കുവിനോടും വെജിറ്റിനോടും സോറി പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോക്കുവിനോടും വെജിറ്റിനോടും നമ്മുടെ പുതിയ ക്യാരക്ടർ പറയുന്നത് കാണാൻ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാനുള്ള ഒരു മൂഡിലല്ല നിങ്ങളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഗോക്കു ചോദിക്കൂ നീ ആരാണ് എന്ന്. അപ്പം തന്നെ ആ ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്പർ 1 എലൈറ്റ് ഏജൻ്റ് ആണെന്നും പേര് മേറസ് എന്നാണെന്നും. അപ്പം തന്നെ നമ്മുടെ ജാക്കോ എല്ലപ്പോഴും പറയുന്നത് പോലെ കുറച്ച് കോമഡിയൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ഗോക്കു നമ്മുടെ ജാക്കോനെ എങ്ങനെ നോക്കുന്നതായിട്ട് ഇവിടെ കാണാം. അപ്പം നമ്മുടെ ഗോക്കു നമ്മുടെ ജാക്കോനോട് ചോദിക്കും നീ എത്ര സെക്ടേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം നമ്മുടെ ജാക്കോ പറയും 3 എന്ന്. അപ്പം നമ്മുടെ ഗോക്കു ജാക്കോനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വെജിറ്റ് ചോദിക്കും നീ വളരെ എലൈറ്റ് ആണെങ്കിൽ പിന്നെ നിനക്ക് നിന്ന് എന്താണ് വേണ്ടതെന്ന്. അപ്പം നമ്മുടെ ഈ പുതിയ ക്യാരക്ടർ പറയൂ ഞങ്ങളുടെ അശ്രദ്ധ കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്രിമിനലിനെ ഞങ്ങളുടെ പ്രിസം റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ക്യാരക്ടർ റീക്യാപ്ചർ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു സർട്ടൈൻ ഇൻഡിവിജ്വലിൻ്റെ ആവശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗോക്കു ചോദിക്കും അത് ആരാണെന്ന്. വെജിറ്റ പറയും വേഗം പറഞ്ഞുകൂടൂ എന്നും. അപ്പോൾ ഈ ക്യാരക്ടർ പറയുന്നത് കാണാൻ നിങ്ങളുടെ മാജിൻ ബൂവിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളാണ് ഇതെന്ന്, ദ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തിയായി. അപ്പോൾ അടുത്ത ചാപ്റ്റർ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സംബന്ധിച്ച് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.